എന്റെ മകൻ സണ്ണിയുടെ കാര്യം പറയരുത്. എന്നെ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കണ്ട പെണ്ണിനോട് ഒളിച്ചോടി പോയവനാണ് സണ്ണി. അതുകൊണ്ട് അവന്റെ കാര്യം ഇവിടെ പറയരുത്. നിങ്ങളത് പൊടിക്ക് അടങ്ങ്. അവന്റെ സർട്ടിഫിക്കറ്റിന്റെ രേഖകൾ എടുക്കാൻ വേണ്ടി ഇന്ന് അങ്ങോട്ട് വരും. ദയവ് ചെയ്ത് നിങ്ങൾ എതിരെ അഭിപ്രായം ഒന്നും പറയരുത്. അവനോ അവന്റെ വീട്ടുകാരോ ഇതിനകത്ത് വരരുത്. ഞാൻ ഈ വീട്ടിനകത്തോട്ട് കയറ്റില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിനകത്ത് ആരെയും ഞാൻ കയറ്റില്ല. വെച്ചിട്ട് പോ. ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ വീട്ടിലോട്ട് കയറി വരുന്നു ഒരുത്തരം ഈ വീട്ടിനകത്ത് ഞാൻ കയറ്റൂല. എന്നെ അങ്ങനെ ആക്കില്ല. എന്റെ വീട്ടിലോട്ട് മുമ്പേ കയറുന്നല്ലേ മാമ അങ്ങോട്ട്. നീ എന്താടാ പറഞ്ഞത്? നീ വസതിയാണ് നിന്റെ വീട്ടിൽ നീയാണ് ആദ്യം പോകണം. എനിക്ക് എന്റെ മമ്മിയെ പേടിയാണെന്ന്. മമ്മി പേടിയത് നീ ആട്ടയിൽ വന്നപ്പോ നിന്താടാ പറഞ്ഞ മാമ എന്റെ കൂടെ നിന്നാ മതി, ഞാൻ കാര്യങ്ങളെല്ലാം ഏറ്റോളാം. സൈഡ് സീറ്റ് കയറി ഇരുന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയാണ്. എനിക്ക് തോട്ടപ്പള്ളി ചീപ്പെങ്കിലും കാണാൻ പറ്റിയാണ്. അതല്ല മമ്മി എനിക്ക് പേടിയാണെന്ന്. മമ്മി പേടി നീ ചെല്ലടാ. നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പെട്ടെന്ന് വാടാ. ഞാൻ എടുത്തോണ്ട് വരാം. കാര്യമില്ല എല്ലാം അങ്ങോട്ട്. മമ്മി ധൈര്യമായിട്ട് ചെല്ലടാ അങ്ങോട്ട്. അവന്റെ മമ്മി മമ്മി ഇതിൽ വീഴും. Twinkle twinkle little star, twinkle twinkle little star, How I wonder what you want. twinkle twinkle little star, How I wonder what you want. ശതകാകളി വൃത്തത്തിൽ രണ്ടാം പാദ്യത്തിനന്തിമം രണ്ടക്ഷരം ചേർന്നിടിനാൽ അത് പച്ചരിയോ പുഴുക്കലരിയോ അങ്ങനെ എന്തോ ആവും. കേരള പാഠാവലി അധ്യായം 1. ആരുടെ ഇത്? എന്റെ ഭാര്യയുടെ മാമനാ, അമ്പിളി മാമൻ. എപ്പം മുകളിൽ നിന്ന് താഴെ വന്നു? മനസ്സിലായില്ല. അമ്പിളി അമ്മാവനെന്ന് പറഞ്ഞു. മോളിക്കട അമ്പിളിമാമനല്ല, താഴെയുള്ള അമ്പിളിമാമനാണ്. മനസ്സിലായില്ല. ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ പെങ്ങളുടെ മകളെയാണ്. അദ്ദേഹമേ, ഓഹോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പ്രായമായ ഒരാളല്ലേ? ഈ ഒരു പയ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ താമസിക്കുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചു പറയേണ്ട ഒരു മര്യാദയില്ലായിരുന്നു? നീ വിളിച്ചു പറഞ്ഞില്ലടാ. ഞാൻ മമ്മിക്ക് അടുത്ത് പറഞ്ഞായിരുന്നല്ലോ എനിക്ക് തത്ത ഇഷ്ടമാണ്, തത്തെ കൊണ്ടുവരാൻ ഞാൻ ചോദിച്ചാ. അവൻ എന്നോട് ചോദിച്ചു തത്തയെ കൊണ്ടുവരട്ടേത്. പ്രായപൂർത്തിയായ ഒരു പയ്യനല്ലേ, അമ്മയല്ലേ. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. തത്തയെ കൊണ്ടുവരുന്നതിന് വേണ്ടി 1 കൊല്ലം പഴവും തത്തയ്ക്കൊരു കൂടും പണിഞ്ഞോണ്ടിരുന്നപ്പം ഇവൻ ഗേറ്റും തുറന്നൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നു. ഞാൻ ചോദിച്ച ആരടാന്ന്. അപ്പോഴാണ് ഇവൻ പറയണ ഇതാണ് തത്തേന്ന്. ഞാൻ പറഞ്ഞു ഇറങ്ങടാന്ന്. 18 കിലോയാ ഞാൻ ഒറ്റക്കിരുത്ത് തിന്നത്. എന്തോന്ന്? തത്തയ്ക്കുള്ള തിന. നിങ്ങളിങ്ങോട്ട് കയറി വന്നപ്പോ കാട് പിടിച്ച് കിടന്നില്ലേ? ഓ, അത് റബ്ബറും തോട്ടമല്ല, ഞാൻ തിന്ന തിനയാ തിന. ഒരു കാര്യം ചെയ്യ്, നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തങ്ങോട്ട് കൊടുക്കും. കാർഷിക വിപണന കേന്ദ്രങ്ങളൊക്കെ എടുത്തു കൊടുക്കും. മമ്മി കൊണ്ടുവന്ന സാധനം കണ്ട കാച്ചില്. ഇത്രയും നാൾ എവിടെയായിരുന്നടാ? മണ്ണിന്റെ അടിയില്. മണ്ണിന്റെ അടിയില്ല, കാട്ടില് മണ്ണിന്റെ അടിയില്. മമ്മി ഞാൻ കൊണ്ടുവന്ന് കണ്ടോ ചേന? എന്തിനാ ചേന കൊണ്ടുവന്നത്? നാളൊരു സമയത്ത് നിങ്ങൾ പറയരുത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരു ചേനയും കൊണ്ടുവന്നില്ലെന്ന്. അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. ചേന ചൊറിയും, വെളിച്ചെണ്ണ വാരി തേച്ചാൽ മതി, മാറും. എടാ, എന്നാലും നീ മറന്നില്ലല്ലോ. അങ്ങനെ മറക്കാൻ പറ്റൂ? ആ 2 അക്ഷരല്ലേ ഉള്ളു. എന്തോന്ന്? ചേന. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ച് പുഴുങ്ങും പറഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണെങ്കിൽ പുഴുങ്ങ്. നീളുടെ പറഞ്ഞ എങ്ങനെ വിഷയമാണെന്ന്. ഈ ഇതുണ്ടല്ലോ ഉണക്കമുളകും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഒരു സംഭവം സെറ്റിങ് അടിപൊളിയായിരിക്കും. ഇങ്ങനെ അടുത്ത് പറഞ്ഞുകൂട് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടെ നേരെ ഐറ്റം വരെ പോ. ഞാനും കൂടെ വരാം. എന്തിന്? നല്ല സ്കിറ്റ് ഇരിക്കണം എന്ന് പറഞ്ഞ് ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളിടി പിടിക്കാം. വെള്ളിടിയോ? സിൽവർ പഞ്ച്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് എല്ലാ ആയതിനും, നീ ഇങ്ങനെ ആയതിനും കാരണം നിന്റെ അച്ഛനാണ്. നിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട്. നിങ്ങൾക്കറിയാവോ, അങ്ങേര് 24 മണിക്കൂറും ക്ലബിനകത്താ. അങ്ങേരും 4 പേരും ക്ലബിനകത്ത് 24 മണിക്കൂറും. അദ്ദേഹത്തിന്റെ പേരെന്തേര്? വില്യംസ്. ക്ലബിൽ 4 പേരായിട്ട് വട്ടം ചൂട് നിൽക്കുന്നെങ്കിൽ ഞങ്ങളുടെ പേര് വില്യംസ് എന്നല്ല, പിന്നെ ക്യാരംസ്. യു ബാറ്റ്സ്മാൻ, ഐ മീറ്റ് യു ബാറ്റ്സ്മാൻ. മനസ്സിലായില്ല. നീയാ നാറി, എന്തിനാടാ എന്നെ കൂടെ നാറ്റിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഇവിടുന്ന് പോയതിന് ശേഷം നിന്റെ പപ്പ ആ ഇരുട്ട് മുറിക്കകത്താണ്. കാണിക്കാത്ത ഡോക്ടറില്ല, പ്രാർത്ഥിക്കാത്ത ദേവാലയങ്ങളില്ല. നേരത്തെ കാലത്തും കറണ്ട് ചാർജ് അടയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഫീസ് പോയിക്കൊണ്ട് പോകും. മണ്ടേ കൊണ്ടുവരണം. ഞാനൊരു പാവപ്പെട്ട ചെറുക്കനെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വന്ന സ്ഥിതിക്ക് ചെറുക്കൻ നിങ്ങളുടെ വീട്ടിലും ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സാമ്പത്തികമൊക്കെ എങ്ങനെയാ? ഇത് സാമ്പത്തികമൊക്കെ എങ്ങനെയാ? സാമ്പത്തികം തരണമെങ്കിൽ നല്ല അന്തസ്സുള്ള തറവാടായിരിക്കണം. എന്റെ വീട് അന്തസ്സുള്ള തറവാടാണ്. അന്തസ്സിന്റെ കാര്യം പറയല്ലേ, പണത്തിന് മാത്രമേ എത്ര കുറവുള്ളൂ, അന്തസ്സിന് ആഭിചാരത്തിനും ഒട്ടും കുറവില്ല കേട്ടോ. പിന്നെ ഒരു 55 രൂപ. എന്തിന്? നമ്മൾ രണ്ടുപേരും വന്ന് ആട്ടോക്കൂലി കൊടുക്കാനാ. കിടന്ന് അലക്കാടാ, അക്കച്ചി പൈസ. മാമ എന്തിനു പേടിക്കുന്നത്? എനിക്കൂടി അവകാശപ്പെട്ട വീടാണ്. മാമൻ ധൈര്യമായിട്ട് കയറിയില്ല. മാമ അല്ല, ഇരിക്കരുത്. ഇരിക്കണം മാമ, ഇരിക്കരുത്. ഇരിക്കണമെന്ന്. ഇരിക്കരുത്. ഇരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇരിക്കരുത്. പിന്നെ ഇരിക്കാനല്ല
ഇതല്ലാതെ What nonsense you're talking? What nonsense you're talking? My house. Get out, I say. Get out, I say. യു സ്റ്റോപ്പ് ഇറ്റ്. ശ്രദ്ധിക്കൂ, പോലീസിൽ നിന്നോ CBI നിന്നോ കസ്റ്റംസിൽ നിന്നോ ഒരു പ്രത്യേകതരം കോള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരിഭ്രാന്തരാകരുത്. തീർച്ചയായിട്ടും ഈ പെണ്ണുപിള്ളായിരിക്കും അതിന്റെ പിന്നിൽ.